ചേട്ടാ BSF എന്നറിയപ്പെടുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ തലപ്പത്ത് വലിയ അഴിച്ചുപണി നടക്കുന്നു കേൾക്കുന്നു. എന്തായിരിക്കും കേന്ദ്രം ഇതുകൊണ്ട് ഉദ്ദേശിക്കുക? BSF എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തി സംരക്ഷണ സേനയാണ്. നമുക്ക് അതിർത്തി സംരക്ഷിക്കുന്ന 2 സേനകളുള്ളത്, 2 അല്ല 3. SSB സശസ്ത്ര സീമാ ബൽ എന്ന് പറയുന്ന ഒരു സംഘം, ഒരു സേന, സംഘമല്ല സേന. രണ്ടാമത്തല്ല ഒന്നാമത്തത് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, പിന്നെ കോസ്റ്റ് ഗാർഡ്, സമുദ്ര സംരക്ഷണം, തീരസംരക്ഷണ സേന എന്നാണല്ലോ അവർ പറയുന്നത്. ബോർഡർ BSF എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ, രണ്ടാമത്തെ ഏറ്റവും വലിയ, ഒന്നാമത്തത് CRPF ആണ്. CRPF കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഏറ്റവും ശക്തമായ സേനയാണ് BSF. BSFനാണ് നമ്മുടെ അന്താരാഷ്ട്ര അതിർത്തി, പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തിയുടെ സംരക്ഷണം. BSFൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BSFൻ്റെ തലവനെയും ഉപമേധാവിയെയും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിനെയും കേന്ദ്ര സർക്കാർ പുറത്താക്കി. BSF രൂപീകരിച്ചതിന് ശേഷം ഇതുപോലൊരു നടപടി ഉണ്ടായിട്ടില്ല. നിതിൻ അഗർവാൾ 1989 ബാച്ചിലെ കേരള കേഡർ IPS ഓഫീസറാണ് BSF മേധാവി. ഡെപ്യൂട്ടി ജനറൽ എന്ന് പറയുന്നത് YB ഖുറാന 90 ബാച്ചിലെ ഒഡീസയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ്. ഇവർ രണ്ടുപേരുമാണ്. ഇദ്ദേഹത്തിന് ഈ ഖുറാനയ്ക്കാണ് ജമ്മു കാശ്മീരും ബംഗ്ലാദേശ് അതിർത്തിയിലെ ചുമതല, ഓവറോൾ ചുമതല നിതിൻ അഗർവാളിലാണ്. ഇപ്പോൾ സമീപകാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് മുതൽ ഈ റീസെൻ്റ്ലി ഇതുവരെയുള്ള സമയത്ത് കാശ്മീരിൽ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച്, മോദി സർക്കാർ വന്നതിന് ശേഷം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള ഭീകരാക്രമണം ഉണ്ടാകുന്നു. ഈ മൂന്നാമത് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മൾ മുമ്പൊരിക്കലൊരു ടോക്കിൽ നമ്മൾ പറഞ്ഞു, പാകിസ്ഥാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഫാൽക്കൺ 50 എന്ന പേരിൽ 50 ഭീകരവാദികളെ, അത് പാക് സൈന്യത്തിൻ്റെ എല്ലാ പരിശീലനം സിദ്ധിച്ച ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും M4 പോലെയുള്ള അത്യാധുനിക തോക്കുകളും, എന്തിന് നൈറ്റ് വിഷൻ ബൈനോക്കുലേഴ്സ്, സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതെല്ലാമായിട്ട് അമേരിക്കൻ ഭടന്മാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളുമായിട്ടാണ് ഈ 50 പേരെ വിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സ്ഥിരപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പക്ഷേ തെരഞ്ഞെടുപ്പിന് നടന്നില്ല. പക്ഷേ മോദി സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരെ റിയാസിയിൽ ആക്രമണം നടത്തി. അതിനുശേഷം നിരന്തരം 14ഓളം ഭീകരാക്രമണങ്ങൾ നടന്നു. ഇന്ത്യയിലെ നമ്മുടെ സേനയുടെ മിടുക്കന്മാരായ ജവാന്മാരെ നമുക്ക് 10-18 പേരെ നഷ്ടപ്പെട്ടു. അതിന് ഓഫീസർമാർ ഉൾപ്പെടെയുണ്ട്. സിവിലിയൻ മരണങ്ങളും ഉണ്ടായി. അപ്പം ഈ കാശ്മീരിലെ സ്ഥിതികളൊക്കെ വലിയ തോതിൽ മെച്ചപ്പെട്ടു എന്ന് സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. കാശ്മീരിൽ തുടർച്ചയായി ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കണ്ടെത്തിയ ഈ 50 പേരുള്ള ഫാൽക്കൺ 50യുടെ ഭാഗമായി വന്നിരിക്കുന്ന 50 ഭീകരരെ മുഴുവൻ വരെ കണ്ടെത്താനും കഴിഞ്ഞില്ല. അവർ നിബിഡ വനങ്ങളിലേക്ക് കയറി രക്ഷപ്പെട്ടു. കുറച്ചുപേരെ പിടിച്ചു, കുറച്ചുപേരെയൊക്കെ നമ്മൾ വിടുവിച്ചു വന്നു. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത്, ജമ്മു മേഖലയിലായിരുന്നു മുമ്പ് തീവ്രവാദി ആക്രമണം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഫോഴ്സ് മുഴുവൻ അവിടെയായിരുന്നു. കാശ്മീർ മേഖലയിലായിരുന്നു തീവ്രവാദി ആക്രമണം വ്യാപകമായി നടന്നത്. ജമ്മു പൊതുവിൽ ശാന്തമായിരുന്നു. കാരണം ജമ്മു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. കാശ്മീരി പണ്ഡിറ്റുകളൊക്കെയുള്ള സ്ഥലമാണ്. പക്ഷേ ഇക്കുറി ജമ്മു കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ആക്രമണം നടക്കുന്നത്. കാശ്മീരിൽ ശ്രദ്ധ മാറ്റി സൈന്യം അവിടെ കുറവായതുകൊണ്ട് ആ മേഖലയിൽ നടക്കുന്നു. അപ്പോൾ കാശ്മീരിലും നടക്കുന്നുണ്ട്. അപ്പോൾ ജമ്മുവും കാശ്മീരും ഒരേപോലെ അസ്വസ്ഥബാധിതമായി. ഇപ്പോൾ സമീപകാലത്താണ് ഈ ബംഗ്ലാദേശിൽ നിന്നും കാശ്മീരിൽ നിന്നും, പ്രധാനമായും പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി വന്നിട്ടുള്ള ഹിന്ദുക്കൾക്ക് അവിടെ കഴിയുന്നുണ്ട്. അവർക്ക് ഭൂമി വാങ്ങാനുള്ള അനുവാദം കൂടി ഇപ്പോൾ സർക്കാർ നൽകി. കാശ്മീരിൽ ഭൂമി വാങ്ങാം. പാകിസ്ഥാനിൽ നിന്ന് വന്ന, ഇപ്പോൾ CAA പ്രകാരം പൗരത്വം കൊടുക്കുന്നത് അവർക്കാണ്. അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് അവിടെ സ്വന്തമായി ഭൂമി വാങ്ങാം. കാശ്മീരിൽ നേരത്തെ കാശ്മീരികളല്ലാത്തവർക്ക് ഭൂമി വാങ്ങാൻ അധികാരം ഉണ്ടായിരുന്നില്ല. 370 എടുത്തു കളഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ആർക്കും കാശ്മീരിൽ ഭൂമി വാങ്ങാം, വ്യവസായം തുടങ്ങാം. അങ്ങനെയാണ് ലുലു ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ മാറ്റം കാശ്മീരിൽ ഉണ്ടാകുമ്പോൾ കാശ്മീരിലെ സ്ഥിതികളൊക്കെ അസ്വസ്ഥമാകുന്നു. പ്രതിപക്ഷത്തിനൊരു ആയുധമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മൊത്തത്തിൽ കാശ്മീരിൽ മോദിയുടെ കാലത്ത് വീണ്ടും സ്ഥിതിഗതികൾ വഷളായി എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ പ്രതിപക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന സമയത്താണ് BSFൻ്റെ തലപ്പത്ത് ഉള്ളവരുടെ കസേര പോകുന്നത്. അത് തീർച്ചയായും BSFൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ച വിലയിരുത്തി തന്നെയാണ്. കാരണം അതിർത്തിയിലൂടെ നിരന്തരം നുഴഞ്ഞുകയറ്റക്കാർ വരുന്നുണ്ട്, ഭീകരവാദികൾ വരുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയൊക്കെ ആളുകൾ എളുപ്പ വഴിയിൽ എങ്ങനെ ഇന്ത്യയിലേക്ക് എത്താം എന്ന് കാണിച്ചു കൊടുക്കുന്ന വീഡിയോകൾ പോലും ലഭ്യമാണ്. ആളുകളെ കടത്തി വിട്ടിട്ട് പൈസ വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിർത്തി സീൽ ചെയ്ത് പക്ക ആക്കുന്ന കാര്യത്തിൽ
BSFന് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതിൻ്റെ ഭാഗമാണ് ഒന്നാമത് ഈ നടപടി. രണ്ടാമത്തത്, കേന്ദ്രം അത് തിരിച്ചറിഞ്ഞു. കേന്ദ്രം തിരിച്ചറിഞ്ഞു, അതിശക്തമായ നടപടികൾ വരാൻ പോകുന്നു. BSF മേധാവിയെ അദ്ദേഹത്തിന് 2026 ജൂലൈ 26 വരെ തുടരാൻ കഴിയുമ്പോഴാണ് നിതിൻ അഗർവാളിനെ പുറത്താക്കുന്നത്. 2026 ജൂലൈ 26 വരെ ഈ BSF ഡയറക്ടർ ജനറൽ പദവിയിൽ തുടരാം. ഇനി 2 വർഷം കിടക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. അദ്ദേഹത്തിനെ പുറത്താക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ കേരള കേഡറിലേക്ക് തിരിച്ചു പോകാം. തിരിച്ചു വന്നാൽ ഇവിടെ ഒരു അഡീഷണൽ DGP, ഒരു എക്സ്ട്രാ DGP ആയിട്ട് കേരളത്തിരിക്കേണ്ടി വരും. കേന്ദ്രത്തിന് ഇനി ആവശ്യമില്ലാതെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഴിവിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയാണ്. അദ്ദേഹത്തിന് കഴിവില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുന്ന പോലെ തിരിച്ചു പൊക്കോ തങ്ങളുടെ കേഡറിലേക്ക് എന്ന് പറയുകയാണ്. പക്ഷേ നിതിൻ അഗർവാളിൻ്റെ ഇങ്ങനെയാണെങ്കിൽ YB ഖുറാനയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് കാലം ലോക്കൽ പോലീസിൽ പ്രവർത്തിച്ച ആളാണ്. ഇദ്ദേഹം നിതിൻ അഗർവാൾ പക്ഷേ CRPFിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. കേരള പോലീസിൽ വന്നു, പിന്നെ CRPFിൽ പോയി, CRPFിൽ നിന്ന് BSFിൽ എത്തിയ ആളാണ്. അപ്പോൾ ഒഡീഷ പോലീസിലായിരുന്നു YB ഖുറാന. അതുകൊണ്ട് BJP സർക്കാരിന് ഇദ്ദേഹത്തെ ഒഡീഷയിൽ DGP ആക്കാൻ താല്പര്യമുണ്ടെന്നാണ് കേൾക്കുന്നത്. ഏതായാലും നിതിൻ അഗർവാൾ കേരളത്തിലേക്ക് വരുമോ, കേരളത്തിൽ DGP ആവുമെന്ന് നമുക്കറിയില്ല. അതല്ല ഇതിൻ്റെ വിഷയം. ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ കേന്ദ്രം കാശ്മീരിൽ കൂടുതൽ കാര്യക്ഷമമായി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം BSF എന്നുള്ള അതിർത്തി രക്ഷാസേനയുടെ തലവനെയും ഉപമേധാവിയും മാറ്റുന്നു. കൂടുതൽ ഉരുക്കുമുഷ്ടിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് സർക്കാരിന് ബോധ്യമുള്ള ആളുകളെ കൊണ്ടുവരും. ഒന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അതായത് 3000-ഓളം സ്പെഷ്യൽ പരിശീലനം നേടിയ ഭടന്മാരെ കൂടി ഈ സംഘർഷബാധിത മേഖലകളിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ കരുത്തോടെയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പോകുക. മാത്രമല്ല, ബാറ്റ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ബോർഡർ ആക്ഷൻ ടീം ഒരു സ്പെഷ്യൽ പരിശീലനം ലഭിച്ച തീവ്രവാദ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന, തീവ്രവാദികളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ സേന വർഷങ്ങളായിട്ടുള്ള വെടിനിർത്തലിന് ശേഷം നമ്മുടെ 2021 ശേഷം ആദ്യമായിട്ട് നമ്മുടെ ഒരു സൈനിക പോസ്റ്റ് ആക്രമിക്കുകയും നമ്മുടെ ഒരു ഭടൻ കൊല്ലപ്പെടുകയും ഒരു മേജറിന് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പം ഇതും അതിർത്തി രക്ഷാസേനയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന, നമ്മൾ തിരിച്ചടി കൊടുത്തു, അവരെ തുരത്തി. എന്നാൽ പോലും ഇതെല്ലാം കൂടെ അതിർത്തി രക്ഷാസേനയെ കൂടുതൽ വിജിലൻ്റ് ആക്കണം, കൂടുതൽ സേന അയക്കണം, പാകിസ്ഥാൻ ഒരു മറുപടി കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് കേന്ദ്രം ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബോർഡറിൽ വിള്ളലുണ്ടായതൊക്കെ തിരിച്ചറിഞ്ഞു, അതൊക്കെ സീൽ ചെയ്യുക. ഒപ്പം തന്നെ പാകിസ്ഥാൻ ബാറ്റ് ഇങ്ങോട്ട് ചെയ്യുന്നതിന് തത്തുല്യമായ പണി അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം നമ്മുടെ അതിർത്തി രക്ഷാസേനയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രം ആലോചിക്കുന്നു എന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ ഈ BSF ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരേപോലെ തലവനെയും ഉപമേധാവിയെയും എടുത്ത് പുറത്ത് കളയുന്നത്. എന്നിട്ട് കേന്ദ്ര സർവീസിൽ വേണ്ടെന്ന് പറഞ്ഞു. അതായത് നിതിൻ അഗർവാളിനെ ഇനി കേന്ദ്ര സർവീസിൽ വേണ്ട, സെൻട്രൽ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ചു. അപ്പോൾ നിലവിൽ ഇന്നു മുതൽ നിതിൻ അഗർവാൾ കേരളത്തിലെ ഒരു DGP ആണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം തിരിച്ചു വരും. അപ്പോൾ ഏതായാലും കാശ്മീരിൻ്റെ കാര്യത്തിൽ കാശ്മീരിൽ കുറച്ചായിട്ട് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന തോന്നലുണ്ടാക്കുന്നതിൽ തീവ്രവാദി ആക്രമണങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മീഡിയ അതിന് വലിയ കാമ്പയിൻ കൊടുക്കുകയും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് പറയുന്നാൽ ഇതുവരെ രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ്റെ ബാറ്റാണ് ആക്രമണം നടത്തിയതെന്ന് കണ്ടെത്തിയിട്ട് പോലും അതിനൊന്നും അപലപിക്കാൻ തയ്യാറായില്ല. പാകിസ്ഥാൻ ഈ ആക്രമണം, പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഈ പ്രോക്സി വാർ അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോ ഇന്ത്യയിലെ പ്രതിപക്ഷമോ വേണ്ടിയിട്ടില്ല. അവർക്ക് വേണ്ടത് പാകിസ്ഥാനാവട്ടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദികളാവട്ടെ ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്തണം, ഇന്ത്യക്കാർ കൊല്ലപ്പെടണം, ആകെ സംഘർഷം ഉണ്ടാവണം, രക്തരൂഷിതമായ അന്തരീക്ഷം ഉണ്ടാവണം, എന്നിട്ട് മോദിയെ കുറ്റം പറയണം. എങ്ങനെയെങ്കിലും അതിൻ്റെ മറവിൽ ചുളിവിൽ അധികാരത്തിൽ കയറാൻ പറ്റുമോ എന്നുള്ള സിംഗിൾ പോയിൻ്റ് അജണ്ടയിലാണ് നമ്മുടെ പ്രതിപക്ഷം നിൽക്കുന്നത്. കാരണം എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നത്, ഇത്രയും നമ്മുടെ ജവാന്മാർ മരിക്കുന്നു ഒക്കെ ചെയ്യുന്നു, സർക്കാരിനെ വിമർശിക്കാം, ഒപ്പം ഈ മരിച്ച ജവാന്മാർക്ക് ഒരു ആദരാഞ്ജലി അർപ്പിക്കാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ വന്നിട്ട് പോയി അദ്ദേഹം അവിടെ കാറിൽ നിന്ന് ഇറങ്ങിയില്ല എന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിയുടെ വണ്ടി തടഞ്ഞിട്ടു. അതിൻ്റെ വീഡിയോ ഉണ്ട്. നമ്മൾ അത് വെച്ചൊരു വീഡിയോ ചെയ്യാത്തത്
ഈ ദുരന്തത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇത്തരം ഒരു ചീപ്പ് പൊളിറ്റിക്സിന് പോകണ്ട എന്ന് വെച്ചിട്ടാണ്. രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ട് കാലിൽ ചള്ള പുരളുമെന്നുകൊണ്ടായിരിക്കും അത് അവിടെ നമ്മുടെ മുഖ്യമന്ത്രി പോലും അവിടെ ചെളിയിലിറങ്ങി ആളെ കണ്ടു. രാഹുൽ ഗാന്ധി പക്ഷേ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ പോയി അവിടെ നാട്ടുകാർ പ്രതിഷേധിച്ചു. അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ട്. ആ പ്രവർത്തനം ചോദിക്കുന്നുണ്ട്, എന്താ പുറത്തിറങ്ങാത്ത കാലം ചെള്ള പറ്റുമെന്ന്. അതെ, അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ നമ്മൾ ഈ സമയത്ത് അത് ചെയ്യാത്തതുകൊണ്ടാണ് അതൊരു പ്രധാന വിഷയമായിട്ട് എടുത്തിട്ട് നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കാത്തത്. മാത്രമല്ല ഇപ്പോൾ കേരളം നോക്കൂ, ഇപ്പോൾ നമ്മുടെ സൈനികരാണ് വലിയ തോതിൽ അവിടെ നടക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താ, സൈനികരാണ് ഈ പ്രവർത്തനങ്ങളാകെ നയിക്കുന്നത് എന്ന് പറയാൻ ഇപ്പോഴും മാധ്യമങ്ങൾ ഒരു വലിയൊരു മടി കാണിക്കുന്നു. ബെയിലിപ്പാലം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്, പക്ഷേ സൈനികർ, കേരളം ആവശ്യപ്പെടാതെ തന്നെ വന്ന സൈനികർ ചെയ്യുന്ന ശ്രമത്തെ ആ തരത്തിലൊന്ന് ഗ്ലോറിഫൈ ചെയ്ത് അല്ലെങ്കിൽ സവിസ്തരം ഒന്ന് സല്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിങ്ങും ഒരു വാർത്തയും നിർഭാഗ്യവശാൽ സൈന്യം അറിയിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം കൊടുത്തുള്ള റിപ്പോർട്ടിംഗ് മാധ്യമങ്ങൾ പോലും ചെയ്യുന്നില്ല. ചില മന്ത്രിമാർ അവരുടെ സോഷ്യൽ മീഡിയ പേജിലൊക്കെ ഇങ്ങനെ ബെയിലിപ്പാലം നിർമ്മിച്ചു നല്ലതെന്ന് പറയുന്നത്, പക്ഷേ അതിനകത്ത് സൈന്യം എന്ന് മെൻഷൻ പറഞ്ഞിട്ടില്ല. ചില മന്ത്രിമാരില്ല, മുഹമ്മദ് റിയാസ് PWD മന്ത്രി ബെയിലിപ്പാലം ഉണ്ടാക്കി എല്ലാം ശരിയായി എന്ന് പറയുമ്പോൾ ആളുകൾ കരുതുന്നത് എന്താ, ഓ PWD വകുപ്പ് ഉണ്ടാക്കി. നമ്മുടെ വിഷയം അതല്ല, നമ്മൾ അതിലേക്ക് വഴിമാറി പോകണ്ട. അപ്പോൾ ഏതായാലും സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാർ കാശ്മീരിൻ്റെ കാര്യത്തിൽ കൂടുതൽ കടുത്ത നടപടികൾക്ക് തയ്യാറാവുന്നു എന്നതിൻ്റെ സൂചനയാണ്. എന്ന് വെച്ചാൽ ഒരു തിരിച്ചടി വലിയ താമസമില്ലാതെ അതിർത്തി രക്ഷാസേനയുടെ തലപ്പത്ത് വലിയ മാറ്റമുണ്ടാക്കി കേന്ദ്രം ചില ചുവടുകൾ വെക്കുകയാണ്. സിനു പറഞ്ഞതുപോലെ തിരിച്ചടികൾ വൈകാതെ ഉണ്ടായേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.